നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു ആലയ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. സ്തോത്രം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സ്തോത്രം റെക്കോർഡിങ് ചെയ്തില്ലായിരുന്നു, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്നത് പൊന്ന്, വെള്ളി, താമ്രം. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു. ഇതൊക്കെ വളരെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പഞ്ഞിനൂല്. സ്തോത്രം. ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിന്റെ കൈവശമില്ലെങ്കിലും ഉണ്ടായാൽ തന്നെ ഇത് നിനക്ക് ദാനമായി ലഭിക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദാനമായി ലഭിക്കുന്നത് നിനക്ക് ആ കൊടി പിടിച്ചുകൊണ്ട് നടക്കുവാനല്ല, അതുകൊണ്ട് മറ്റൊരുവനെ ശുശ്രൂഷിക്കാനാണ്. സ്തോത്രം. അത് ശരീരമായിട്ട് ദൈവസഭയെ ശരീരമായിട്ട് ഉപമിച്ചിരിക്കുന്നതിൽ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്രം. എന്നിട്ട് നല്ല മനസ്സോടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്ന് നിന്നെ സ്വതന്ത്രമാക്കാതൊക്കെ വേണം. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയവൻ തന്നെ, നീ പോയ സകല വഴികളിൽ നിന്റെ കുറവുകളെ അറിയുന്നവൻ, നിന്റെ പാപ സ്വഭാവങ്ങളെ അറിയുന്നവൻ, ഇപ്പോഴുമുള്ള കുറവുകളെ അറിയുന്നവൻ, ദൈവത്തോടുള്ള മത്സര സ്വഭാവങ്ങളെ അറിയുന്നവൻ, നിന്നെ പോലെയുള്ള ശരീരം എടുത്തുകൊണ്ട് പ്രാണനും ആത്മാവുമുള്ളവരായി നിന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലുമുള്ള ശിക്ഷയെ നിനക്ക് പകരമായി ഏറ്റെടുത്ത് അത് അനുഭവിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നിനക്കൊരു ഓഫർ തരികയാണ്. നിന്റെ ഉള്ളിൽ വസിക്കാൻ എനിക്ക് അവസരം തന്നാൽ ഞാൻ അനുസരണമുള്ളവനായി, മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നതുപോലെ നിന്നെ ഞാൻ അനുസരണമുള്ളവനാക്കി തീർക്കാം, ഉള്ളവളാക്കി തീർക്കാം. അനുസരണമില്ലാത്ത ഒരു സ്പിരിറ്റിനും ഒരു സോളിനും സ്വർഗത്തിൽ സ്ഥാനമില്ല. സ്വർഗത്തിൽ ഡിസൊബീഡിയൻസ് ഇല്ല. സ്വർഗത്തിൽ പാപം ക്ഷമിച്ചു കിട്ടിയവരെന്നല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരാണ്. ഇതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് ഹാർഡായിട്ട് തോന്നും. അതെങ്ങനെ മനുഷ്യൻ ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിത്തീരുന്നേ? പാപം ക്ഷമിച്ചു കിട്ടിയവരല്ല, ക്രിസ്തുവിൽ മറയുക. ആ ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനുള്ളത്. സ്തോത്രം. അതിനെക്കുറിച്ച് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠനങ്ങളുണ്ട്. ഞാനത് ഈ ടാബർനാക്കളുടെ തന്നെ ഒരു എപ്പിസോഡ് ഈ താഴെ സബ്സ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൻ്റെ. സ്തോത്രം. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം വാങ്ങാൻ പറഞ്ഞതിന് ശേഷം യഹോവയായ ദൈവം ആദ്യമായിട്ട് നിർമ്മിക്കാൻ മോശയോട് പറയുന്നത് നിയമപ്പെട്ടകമാണ്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നതായ ഉപകരണമാണ് നിയമപ്പെട്ടകവും, അതുപോലെ തന്നെ അതിനുമേലുള്ള കെരൂബും. ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ ഒരു വിശ്വാസിക്ക് യഥാർത്ഥ വിശുദ്ധ ജീവിതം, ദൈവമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് അതിനൂടെ അർത്ഥമാക്കുന്നത്? അപ്പോൾ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ ചിന്തിച്ചപ്പോൾ നമ്മളൊരു വീട് പണിയാൻ ഒരു കുറച്ച് പ്ലോട്ട് വാങ്ങിയാലും ഉണ്ടായിരുന്ന പ്ലോട്ടിൽ ഒരു വീട് പണിയുമ്പോൾ അതിനൊരു കോമ്പൗണ്ട് വാള് ഉണ്ടാക്കും. സ്തോത്രം. അതിനുശേഷം മെറ്റീരിയൽസ് കൊണ്ടുവരും. മെറ്റീരിയൽസ് കൊണ്ടുവന്ന് പിന്നെ അനുമാനം തോട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ തുടങ്ങും. പക്ഷേ ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത് ഏറ്റവും ഹാർട്ടായിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ചിന്തിക്കാൻ, അല്പമായിട്ടൊന്ന് ചിന്തിക്കുവാനുള്ളത്, ഈ പ്രാകാരത്തിന് അകത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ പ്രാകാരത്തിന് പുറമെയാണ് ലോക മനുഷ്യർ. ഇത് മണലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മരുഭൂമിയിലാണ്. അപ്പോൾ മരുഭൂമിയിൽ വേറെ ആരുമില്ല, ഇസ്രായേൽ ജനം മാത്രമേ. പക്ഷെ അവരുടെ പ്രയാണങ്ങളിലൊക്കെയും അവരിത് കൂടെ കൊണ്ട് നടന്നു. ഏകദേശം ഒരു 700 വർഷത്തോളം അവർ കൂടെ കൊണ്ട് നടന്നിരുന്നു. ഓരോരോ പ്രയാണങ്ങളിലും അവർ കൂടെ കൊണ്ട് നടന്നിരുന്നു. അതിൻ്റെ ചട്ടങ്ങളും വിധികളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ വാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കുന്നവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ്. ഞാൻ വാതിലാകുന്നു, അല്ലേ? ക്രിസ്തു എന്ന വാതിലിൽ കൂടെ നമ്മൾ വാതിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരേ ഒരു വാതിലുള്ളൂ. ഈ സമാഗമന കൂടാരത്തിനടുത്തേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു വാതിലുള്ളൂ. അതെന്തുകൊണ്ടാണ് ഒരേ ഒരു വാതിലുള്ളൂ എന്നൊക്കെ പറയാനുള്ള കാരണം നമുക്ക് വിവരിച്ചു വരാം. അപ്പൊ ആ വാതിൽ കൂടെ കടക്കുന്ന ഒരു വ്യക്തി പ്രവേശിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ ദൈവം ആദ്യം സ്ഥാപിക്കുകയാണ്.
ഹ്യൂമൻ ഗവൺമെന്റ് ആയാലും ഡിവൈൻ ഗവൺമെന്റ് ആയാലും ഏതൊരു ഗവൺമെന്റിനും അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇപ്പൊ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഫ്രീ പലസ്തീൻ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ അടക്കം അനേക ലോക രാജ്യങ്ങൾ കൊടികൾ മുഴക്കിയായിരുന്നു. 193 രാജ്യങ്ങളുള്ള യുണൈറ്റഡ് നാഷനിൽ 143 രാജ്യങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അംഗീകരിച്ചു. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പല ക്വസ്റ്റ്യൻസും വന്നത്, ഒരു രാജ്യമുണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം. നിങ്ങൾ പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന് ഇപ്പം അടുത്ത് കീർ സ്റ്റാർമർ, UK കീർ സ്റ്റാർമർ, അതിനുശേഷം ഇവിടെ കാനഡയിൽ നിന്ന് അങ്ങനെ പലരും വലിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ മറ്റു പലരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ദിവസം പറഞ്ഞു. അപ്പോൾ ചില ക്വസ്റ്റ്യൻ വന്നതാണ്, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നിങ്ങൾ പറയുന്ന ഈ പലസ്തീനെ ഭരിക്കുന്നത്? ഞങ്ങളൊന്നും ചിന്തിച്ചില്ല. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, ഫ്രീ പലസ്തീൻ, പലസ്തീൻ വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം വേണമെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ആ രാജ്യത്തെ ഗവേൺ ചെയ്യുന്ന, ആ രാജ്യത്തെ നയിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഉണ്ടാക്കണം. സ്തോത്രം. നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് വരുന്ന സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വേർതിരിയുന്ന സമയത്ത് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഘടിപ്പിച്ചത്. അതിരുകളൊക്കെ നേരത്തെ വിഭാഗത്തിലുണ്ടായിരുന്നു. ആദ്യമേ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പീനൽ കോഡ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളെ, പ്രജകളെ എങ്ങനെ, ഏത് നിയമവ്യവസ്ഥയും നിലനിർത്തും? ഇപ്പൊ ഫ്രീ പലസ്തീൻ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത്, കുറെ പേര് അത് പൊളിറ്റിക്കൽ വേയിൽ എടുക്കുന്നെങ്കിലും വളരെയധികം പേര് അത് റിലീജിയസ് വേയിലാണ് എടുക്കുന്നത്. അതിന്റെ പറയാനുള്ള കപടങ്ങളൊക്കെ വേറെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ വളരെ അർത്ഥവത്തായ ക്വസ്റ്റ്യൻ ആണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന പലസ്തീൻ രാജ്യത്തെ ഭരിക്കുന്നത്? ഉത്തരമില്ല. കീർ സ്റ്റാർമർ ഉത്തരമില്ല, മാക്രോൺ ഉത്തരമില്ല, ഒരു ലോക രാജ്യങ്ങൾക്ക് ഉത്തരമില്ല. ആരുണ്ടാക്കും? ആരായിരിക്കും ഇതിനെ നയിക്കുന്നത്? ഇതിന്റെ അതിരുകൾ എന്താണ്? ഇതിന്റെ ക്യാപിറ്റൽ എവിടെയായിരിക്കും? ഇതൊക്കെ പിൽക്കാലത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ദൈവരാജ്യത്തിനും ദൈവം ആദ്യം നിർമ്മിക്കുവാൻ പറഞ്ഞത് ഖദീരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ദൈവത്തിന്റെ നിയമം, ദ ലോ ഓഫ് ഗോഡ്. അവിടെ ആദ്യം വെച്ചത് മോശയ്ക്ക് താൻ സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകളായിരുന്നു. സ്തോത്രം. അപ്പോൾ ഒരു രാജ്യത്തിന് ആദ്യമായിട്ട് തന്റെ ലോ എന്താണെന്നാണ് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ന് ഇത് പഠിക്കാതെയാണ്, ഇത് മനസ്സിലാക്കാതെയാണ് മിക്കവരും ഈ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്താണ് ഡിവൈൻ ലോ? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കുറെ മൊറാലിറ്റി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകും, ഇങ്ങനെ കുറെ മോഹങ്ങൾ, കുറെ ഭയക്കാര്യങ്ങൾ ഇടുന്നതല്ല ഡിവൈൻ ലോ. എന്താണ് അത്? എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എവിടെ കിട്ടുന്നത്? അതിന്റെ ചെറിയൊരു മാതൃക മാത്രമേ വേദപുസ്തകത്തിലുള്ള. ഇത് എഴുതിയിരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ തന്നെയാണ്. അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് അഗാപ്പെ ലവ്, അല്ലെങ്കിൽ വ്യക്തി താല്പര്യമില്ലാത്തതായിട്ടുള്ള സ്നേഹം, ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് എന്ന് പറയുന്നത്. നിന്റെ ശത്രുവിനെ കാണുമെങ്കിൽ പ്രജയ്ക്കുള്ളിൽ, ഈ ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് ഉള്ളിൽ, അതിനകത്ത് ദൈവം, ദൂതന്മാര്, മനുഷ്യർ, ഇവരുടെ ഹൃദയങ്ങളിലാണ് ഈ ഫ്രീ മോറൽ, അല്ലെങ്കിൽ ഇവരെ ഫ്രീ മോറൽ ഏജൻസ് എന്ന് പറയും, ഈ ഡിവൈൻ ലോ എഴുതിയിരിക്കുന്നത്. അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള പ്രജകള് മറ്റു, നീ ആരെ കരുതുന്നോ, ആരെ സ്നേഹിക്കുന്നോ, ഒരു പക്ഷെ അവന്റെ ശത്രു ആയിരിക്കാം, പക്ഷെ അവന് എന്ത് നല്ലതെന്ന് കണ്ട് ചെയ്തു കൊടുക്കുക. ഇതാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. നാം പഠിച്ചിരുന്നു, മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായി തീർന്നവരാണ്. നമുക്ക് കഴിഞ്ഞ 4-5 ക്ലാസ്സുകൾക്ക് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അവരെ സ്നേഹിച്ചുകൊണ്ട് ശത്രുക്കളായി തീർന്നവരും മനസ്സുകൊണ്ടാകുന്നവരും ആയ മനുഷ്യരെ
ദൈവം സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നല്ലത് എന്താണ്? അവർ കോടി കോടി മനുഷ്യര് യുഗായുഗങ്ങള് നിത്യമായ നരകത്തിൽ കിടന്ന് കൈവിട്ടു പോയവരായിട്ട്, ദൈവമായിട്ട് എറ്റേണലായിട്ട് അകന്നു പോയവരായിട്ട്, നിത്യ നരകത്തിൽ യുഗായുഗങ്ങൾ യാതന അനുഭവിക്കുന്നതിനേക്കാളും തൻ്റെ പുത്രൻ അല്പസമയം കൈവിട്ടു പോകുന്നത് നല്ലതെന്ന് കണ്ടുകൊണ്ടാണ് ഈ ഡിവൈൻ സാൽവേഷൻ പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കുമെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രൊഫസി. അത് നിവർത്തിച്ചെടുത്തു. താൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ദൈവം ഡിക്ലെയർ ചെയ്യുന്നതാണ്, ആരെല്ലാം ഇതിൽ അവന് വിശ്വസിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഈ നിയമപ്പെട്ടകത്തിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അല്പം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും ഉള്ള പലകയെടുത്ത് കതിരമരം കൊണ്ട്, അക്കേഷ്യ വുഡ് കൊണ്ട് എടുത്തിട്ട് അത് പെട്ടകമാക്കി അതിനെ മൊത്തം അകത്തും പുറത്തും പൊന്നു പൊതിയണം. അപ്പൊ നമ്മളിന്ന് വേണ്ട, നിന്നിൽ വിലയേറിയ വിശ്വാസമുണ്ടെങ്കിൽ, പരിശോധിക്കപ്പെട്ട വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ഡിവൈൻ ലോ എഴുതി നിന്നെ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്താക്കി വെച്ച് നിന്നിൽ കൂടെ അത് പ്രാക്ടീസ് ചെയ്യുവാൻ തക്കോടെ ദൈവം ഇടയാക്കും. നിന്നിൽ പൊന്നുമില്ല, ഗതിരമരമില്ല, പിന്നെ നിന്നെ കൊണ്ട് എങ്ങനെ പെട്ടകൊണ്ടാക്കാൻ സാധിക്കും? ഇപ്പൊ ദൈവരാജ്യത്തിൽ വരുന്ന ഒരു വ്യക്തി, ഇതെല്ലാം നമ്മൾ ഉണ്ടായിട്ടല്ല വരുന്നത്. നമ്മൾ ഒന്നുമില്ലാതിരുന്ന് പാപത്തിന്റെ അടിമകളായിരുന്നു, പാപമായിരുന്നു നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയത്. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നമുക്ക് സ്വയമായിട്ടൊരു സ്വാതന്ത്ര്യം സാധ്യമല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി നമ്മെ പാപത്തിന്റെ ക്ലച്ചിൽ നിന്ന് വിടിവിച്ച്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടിവിച്ച്, വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ പാപത്തെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് അവന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ വെച്ച് അവന്റെ രാജ്യത്തിന്റെ ചെങ്കോല് നമ്മളിലും നമ്മിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇത് 1-2 വർഷങ്ങളിൽ നമ്മൾ ഈ ചെറിയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഏവരും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ദൈവകൃപയത് യൂട്യൂബിൽ കൂടെ പലരും കാണട്ടെ, അവര് ദൈവത്തിലേക്ക് വരട്ടെ, ചിന്തിക്കുക. അപ്പൊ ഈ പെട്ടകമുണ്ടാക്കി അതിന് 4 വളയങ്ങൾ സൈഡിൽ ചേർക്കണം. ഗദരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ഈ തണ്ടുകൾ അതിൽ ചൊരിഞ്ഞ റിങ്ങിനകത്ത് ഇട്ട് കഴിഞ്ഞ് നിയമപ്പെട്ടകത്തിനകത്ത് ഈ നിയമം വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടകത്തിൽ പിന്നെ ആരും തൊടാൻ പാടില്ല. സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് അത് എടുക്കുന്ന സമയത്ത് പുരോഹിതൻ, മഹാപുരോഹിതന് മാത്രമേ അതിനകത്ത് കടക്കാനുള്ള പെർമിഷനുള്ളൂ. അതിനെ നീല നൂൽ കൊണ്ട് പെയ്ത തുണി കൊണ്ട് അതിന് മൂടും. മഹാപുരോഹിതൻ മാത്രമേ ഈ പെട്ടകം, നിയമപ്പെട്ടകത്തിന് അകത്ത് കൽപ്പനകൾ വെച്ചതിന് ശേഷം, അതിക്ക് മുമ്പ് മോശയാഗ്രഹം എല്ലാവരും കണ്ടിട്ടുണ്ട്, പണിതവരെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതിന് ശേഷം മഹാപുരോഹിതൻ മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. അതിനെ പുറത്ത് കൊണ്ടുപോയത് നീല തുണി കൊണ്ട് മൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആരെങ്കിലും ഈ പെട്ടകത്തെ തൊട്ടാൽ മരിച്ചു വീഴും. ഊസയുടെ കാര്യം, ഫെലിസ്തീനെ പെട്ടകം പിടിച്ചുകൊണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 50,070 പേര് മരിക്കാൻ കാരണമായി തീർന്ന് ബെർശേബിസിൽ പെട്ടകത്ത് നോക്കി കൊണ്ടുപോയതൊക്കെ അതിനകത്തുണ്ടോ? അതായത് ഈ ലോയെ, ഡിവൈൻ ലോയെ ചേഞ്ച് ചെയ്യുവാനോ ന്യൂട്രലൈസ് ചെയ്യുവാനോ ഓൾട്ടർ ചെയ്യുവാനോ ദൈവത്തിനോ, ശ്രദ്ധിക്കണം, ദൈവത്തിനോ ദൂതന്മാർക്കോ ഒരു പുരോഹിതന്മാർക്കോ മനുഷ്യർക്കോ മെത്രാനോ ബിഷപ്പിനോ പോപ്പിനോ സെൻട്രൽ പാസ്റ്ററിനോ തിരുമേനിമാർക്ക് ആർക്കും യോഗ്യതയില്ല. ആരെങ്കിലും അതിനെ തൊട്ട് ഓൾട്ടർ ചെയ്താൽ ഉടനടി തന്നെ, പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ഫിസിക്കൽ ഡെത്ത് ആയിരുന്നു, ലോ ഫിസിക്കൽ ലോ ആയിരുന്നു. പുതിയ നിയമത്തില് ആത്മീകമാണ്, ആത്മീക ജനനമാണ്, ആത്മീക മരണമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആരൊക്കെ ജീവിച്ചിരിക്കുന്നു, ആരൊക്കെ മരിക്കുന്നെന്ന്. ഈ പറയുന്ന ഞാൻ തന്നെ എൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാനോ
4 പേരെ എൻ്റെ കൂടെ ചേർക്കുവാനോ, ഏതെങ്കിലും വിധത്തിൽ വെളിപ്പെട്ട് കിട്ടിയതായിട്ടുള്ള വചനം, വെളിപ്പെട്ട് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വെളിപ്പെട്ട് കിട്ടിയതായ കാര്യങ്ങൾ എൻ്റെ വ്യക്തി താല്പര്യത്തിരിച്ച് എൻ്റെ സ്വമനസ്സാൽ ഞാൻ മനഃപൂർവ്വമായി വളച്ചൊടിച്ചാൽ ഇമ്മീഡിയറ്റ് സ്പോട്ടിൽ സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കുകയാണ്. ഡിവൈൻ ലോ എൻ്റെ മേല് ഇറ്റേണൽ ഡെത്ത് ഡിക്ലെയർ ചെയ്യാണ്. പിന്നെ ഞാൻ അതിന് മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ പാദമെടുത്ത് വന്ന് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചല്ലാതെ ദൈവത്തിന് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റൂല. ദൈവം പലവരുടെ ചിന്താഗതി ദൈവം സർവത്തിനും മീതെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ഓർബറേഷനിൽ അല്ലെങ്കിൽ സ്വേച്ഛാധികാരത്തിൽ ഏകാധിപത്യത്തിൽ ദൈവം തൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. നോ നോ നോ, അവൻ്റെ ഹൃദയത്തിലും ഇതേ ലോ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആ ലോയെ വഞ്ചിച്ചുകൊണ്ട് മനുഷ്യനോട് കരുണ കാണിപ്പാനോ ഇളവ് ചെയ്യുവാനോ പാപത്തിനോ ശിക്ഷയോട് ഇളവ് ചെയ്യാനോ ഒന്നും അവന് സാധ്യമല്ല. ഇത് ദൈവസഭയിലേക്ക് വരുന്ന ഏതു മനുഷ്യരും ആദ്യമേ മനസ്സിലാക്കണം. ഇന്ന് ദൈവസഭയ്ക്കെന്ന് പറഞ്ഞ് പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ എന്തെല്ലാം ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇമ്പോസിബിൾ. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം നിലനിൽക്കുകയില്ല. ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് ദൈവഭയമോ അല്ലെങ്കിൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളൊരു മനോബോധം കടന്നു വന്ന് അവർ തെറ്റ് ചെയ്യാൻ ഭയപ്പെടുകയില്ല. അതിന്ന് വിശ്വാസഗോളത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നതാണ്. മേൽ തുടങ്ങി താഴെ വരെ ഓരോ സംഘടനകൾ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന തുടങ്ങി ഏറ്റവും താഴെയുള്ളവർക്ക് വരെയും ഈ ഭയമില്ല. എന്നിട്ട് എന്താ ശിക്ഷ പ്രാപിക്കാതെ, എന്താ ശിക്ഷിക്കാതെ? ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇതുപോലെ വചനം കേട്ടിട്ട് മടങ്ങി വരും. ഒരു ഡിസൊബീഡിയന്റ് സോളിനും സ്വർഗത്തിൽ സ്ഥാനമില്ല. അപ്പോൾ ഈ പെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് എഴുതിയല്ലോ, അത് 10 കൽപ്പനകൾ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ഹൃദയത്തിലാണ്. ഡിവൈൻ ലോ എഴുതി കഴിഞ്ഞാൽ ഈ പെട്ടകം സദാ മനുഷ്യനോട് പറയുന്നത് നീ പാപി. എവിടെ കിട്ടിയതാ? ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആദാം ലംഘനം ചെയ്തപ്പോൾ നാം എല്ലാവരും തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള യേശുക്രിസ്തു ഒഴികെ മനുഷ്യനായിട്ടുള്ള ഏതൊരുവരും അവന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് അർഹരാണ്. കാരണം അവന്റെ ജനറേഷൻസ് ആയിട്ടാണ്, പിന്തുടർച്ചക്കാരായിട്ടാണ് ഈ ഭൂമിയിൽ യേശു ഒഴികെ സകല മനുഷ്യരും വന്നിട്ടുള്ളത്. അപ്പോൾ അവന്റെ പാപത്തിന്റെ ശിക്ഷ നമുക്കും കണക്കിടുന്നുണ്ട്. അതുകൊണ്ട് ഡിവൈൻ ലോ പറയുന്നത് നീ പാപി, നീ മരണയോഗ്യ, നിത്യമായ മരണം. ഇനി മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ വ്യക്തിത്താൽ ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാത്തോടത്തോളം ഏതെല്ലാം പരിശ്രമങ്ങളിൽ കൂടെ ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചാലും ഈ ഡിവൈൻ ലോ ഇങ്ങനെ ഒന്നേ പറഞ്ഞുകൊണ്ടിരിക്കണം. നിന്റെ സ്വയ താല്പര്യത്തിന് വേണ്ടി, നിന്റെ വ്യക്തി താല്പര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് നീ ദൈവത്തോട് അടുക്കുന്നത്. നിന്നിൽ ഒരു ഡിസൻട്രസ്റ്റഡ് ലവ് ഉണ്ടായി ദൈവത്തോട് നിരക്കുവാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി പാപയാഗമായി തീർന്ന യേശുവിനെ അംഗീകരിച്ച് അവനെ ഹൃദയത്തിൽ വാരുവാൻ നീ സ്ഥാനം കൊടുക്കാത്തോടത്തോളം ഇമ്പോസിബിൾ, അക്സെപ്റ്റബിൾ അല്ല, സ്വീകാര്യമല്ല. നീ എത്ര ഉപവസിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും ഇമ്പോസിബിൾ. ഡിവൈൻ ലോ, അതായത് ഈ പെട്ടകം എപ്പോഴും വിശ്വാസിയായാലും അവിശ്വാസിയായാലും ശ്രദ്ധിക്കണം. വിശ്വാസിയായാലും, കാരണം അവന് ജഡമുണ്ട്, അവന് സ്വയ താല്പര്യങ്ങളുണ്ട്. എപ്പോഴും ഒരൊറ്റ മൊഴിയുള്ളൂ, നീ മരണയോഗ്യ, നിത്യമായ മരണം നിന്റെ മേൽ വിധിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന് സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. അതാണ് ഈ മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മേളിൽ ഒരുപാട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. 2.5 മുഴ നീളത്തിലും 1.5 വീതി, അതായത് പെട്ടകത്തിന്റെ അതേ അളവില് അതിനെ ടോട്ടലായിട്ട് കവർ ചെയ്യത്തക്ക വേണം. ഹീബ്രുവിലാണെങ്കിൽ കൊഫാർ എന്നൊരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കവർ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ദൈവനീതി മാനവജാതിയുടെ മേൽ വിധിക്കുന്ന നിത്യമായ മരണം എന്ന ശിക്ഷയെ ടോട്ടൽ മറയ്ക്കുവാൻ തക്കവണ്ണം, കവർ ചെയ്യുവാൻ തക്കവണ്ണം മേഴ്സി സീറ്റ് അതിന്റെ മേൽ വയ്ക്കുകയാണ്. ഈ മേഴ്സി സീറ്റ് ആണ് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കൃപാസനം. ഇന്ന് ഫൂളിഷായിട്ട് ഇവിടെ ആലപ്പുഴയ്ക്കടുത്ത് കൃപാസന മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട്
അവളുമായിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു മാസത്തിന് മുമ്പ് നല്ലൊരു ഫൈറ്റിംഗ് നടത്തിയതാ. ഇതിന്റെ വല്ല അർത്ഥം അവിടുത്തെ അച്ഛന്മാർക്ക് അറിയാമോ? എന്താ കൃപാസനം? മാനവജാതിയുടെ മേൽ ഡിവൈൻ ലോ വിധിച്ചിരുന്നതായിട്ടുള്ള ശിക്ഷയെ തൻ്റെ നിത്യനായ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനെ പോലെ പ്രാണനും ആത്മാവും ശരീരമുള്ളവരായി സകല മാനവജാതിയുടെയും പാപം, ഏക മനുഷ്യനായ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ പാപത്തെ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് അവന് പകരമായിട്ട് ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവ് പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ച് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി അവൻ മരിച്ചവിടെ ഉയർത്തെഴുന്നേറ്റു. ഇത് മറിയ ചെയ്തിട്ടുണ്ടോ? കൃപാസന മാതാവ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും വിശുദ്ധന്മാരുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യട്ടെ. പാതാളത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറേയനായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ദൈവവചനം ഘോഷിക്കുന്നത്, ശുശ്രൂഷകന്മാർ ഞങ്ങൾ ശക്തമായി ഘോഷിക്കുന്നത്, ധൈര്യത്തോടെ ആധികാരികതയോടെ ഘോഷിക്കുന്നത്. നാം രക്ഷിക്കുമ്പോൾ വേറെ ആരുമില്ല, ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറേയനായ യേശു ക്രിസ്തു. സ്തോത്രം. അപ്പോൾ നാം ഇവിടെ പെട്ടകത്തെ ടോട്ടലായിട്ട് മറക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ക്രിസ്തുവിനെ നാം കൈക്കൊള്ളുമ്പോൾ ഡിവൈൻ ജസ്റ്റിസ് നോക്കുന്നത് നമ്മളെ അല്ല. ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്ന, അവന്റെ അറ്റോൺമെന്റിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ പൂർണ്ണമായ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയെ ഡിവൈൻ ലോ കാണുന്നത്, ഡിവൈൻ ജസ്റ്റിസ് കാണുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കെന്ന് പറയുന്നത്. ആ കാലങ്ങളിൽ ഒരു കോർട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ന്യായവിസ്താര സഭയ്ക്കകത്ത് ഒരു കേസ് വന്നാൽ അവനെ വിസ്തരിച്ചിട്ട്, സാക്ഷികളെ വിസ്തരിച്ചിട്ട് അവൻ കുറ്റം ചെയ്തവനാണെന്ന് കണ്ടാൽ ഒരു കറുത്ത കൊല്ല് കൊടുക്കും. അപ്പോൾ അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ച് കൊണ്ടുള്ള ശിക്ഷ. അല്ല, അവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കണ്ടാൽ അവന് ഒരു വെള്ള കല്ല് കൊടുക്കും. അതായത് ഇവൻ കുറ്റവിമുക്തനാണ്, ഇവൻ പാപം ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല. ആ നിയമത്തെ ആസ്പദമാക്കിയിട്ടാണ് കർത്താവ് അന്നത്തെ മനുഷ്യരോട് പറയുന്നത്, സ്തോത്രം, ഞാൻ ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് നൽകും, ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിട്ട്. ഇതാണ് സുവിശേഷത്തിന്റെ അതിമഹത്തായ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ക്രിസ്തുവിൽ മറയുക, ഇത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ്, ദൈവം തന്നെ ദാവീദിനെ, ദൈവഹൃദയമുള്ളവനായ ദാവീദിന് അബേസ്യയുടെ വിഷയത്തിൽ പാപം ചെയ്യുവാൻ അനുവദിച്ചു. എല്ലാവരും ഫ്രീ മോറലാണ്, ദൈവം നിർബന്ധിക്കുന്നതല്ല. അനുവദിച്ചിട്ടും അവന് അതികഠിനമായ രോഗങ്ങളിൽ കൂടെ ദൈവം കടത്തിവിട്ടു. അപ്പോഴാണ് 38-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 32-ാം സങ്കീർത്തനം ഒക്കെ പറയുന്നത്. ആ 32-ാം സങ്കീർത്തന ആരംഭത്തിൽ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് പറയുന്നത്, പാപത്തെ മറച്ചു, പാപത്തെ മായ്ച്ചു കളയുന്നു, പാപം ക്ഷമിച്ചു നോക്കി അനേക വാക്യങ്ങളുണ്ട്. ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവനെ അവന്റെ നീതി ഫ്രീ ആയിട്ട് കണക്കിയിട്ട്, അവൻ ക്രൂശിൽ നിവർത്തിച്ച നീതി ഫ്രീ ആയിട്ട് തന്നു. അതാണ് നമ്മൾ റോമൻ പഠിച്ചിട്ടുള്ളതാണ് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്വയമായിട്ട് നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല, ഒരു പ്രവൃത്തിയിൽ കൂടെ ദൈവത്തോട് റീകൺസിൽ ചെയ്യുവാൻ സാധ്യമല്ല. കാരണം നമ്മൾ പാപം വസിച്ച് അതിന്റെ മോഹം നമ്മളിൽ കൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്നുള്ള കൺസ്ട്രക്ഷൻ ഓഫ് ആർക്ക് ഓഫ് കവനന്റ് ആൻഡ് മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ് അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, ദൈവം ആദ്യമായിട്ട് നിർമ്മിക്കാൻ മോശയോട് ആവശ്യപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് ആർക്ക് ഓഫ് കവനന്റ് ആണ്, നിയമപ്പെട്ടകം. അതായത് ദൈവരാജ്യത്തില് വരുന്ന ഒരുവൻ ആദ്യമായിട്ട് മനസ്സിലാക്കണം, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് മനുഷ്യന്മാരെ ചിന്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ മലയാളികളിൽ ഒരു ഇന്ത്യൻ പൗരൻ ഇവിടെ നിന്ന് ഒരു വിദേശത്തേക്ക്, അമേരിക്കയ്ക്കോ UK-ക്കോ കാനഡയ്ക്കോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ഇവിടുത്തെ നിയമമല്ല നമ്മൾ അവിടെ പാലിക്കേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമവ്യവസ്ഥ എന്താണ് അത് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ നാം വിധേയപ്പെടുത്തുകയാണ്. അതിൽ ലംഘിച്ചാൽ എന്തിനാ, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിൽ അല്ലെങ്കിൽ ബോംബെ എയർപോർട്ടിൽ നിൽക്കും.
കാരണം എന്താ? അവിടുത്തെ രാജ്യത്തിന്റെ നിയമം. ഇവിടെ നമ്മുടെ അച്ചായന്മാരൊക്കെ വലിയ കൊടി പിടിക്കും. ഈ കൊടി പിടിക്കുന്ന കരങ്ങളിലൊക്കെയും ഗൾഫ് രാജ്യങ്ങളിൽ എത്തുമ്പോൾ നേരെ താഴും. കാരണം എന്താ അറിയാമോ? 2 ലക്ഷം 3 ലക്ഷം ഏജൻസിക്ക് കൊടുത്തിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. നിയമരാഹിത്യം തന്നെയായിരിക്കും കണ്ടുകൊണ്ട് കാണുന്നത്. ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാ. നിയമരാഹിത്യം പച്ചയായിരിക്കും, നിയമരാഹിത്യം തന്നെ കാണുന്നത്. പക്ഷേ ഒരു കൈയും പൊങ്ങില്ല. ചില വിശ്വാസികളെ പോലും ദൈവം പണിതെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചില രാജ്യങ്ങളിലേക്ക് അയക്കും. അവിടെ പെന്തക്കോസ്തിനകത്ത് പേര് വന്നിരുന്നത് അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ്. അനുഗ്രഹിക്കുവാനല്ല, അനുഗ്രഹം തന്നെയാണ് നിന്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ. പണ്ട് കൊടി പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, എന്തു പറഞ്ഞാലും തിരിച്ചു പറഞ്ഞൊരു സ്വഭാവം ഉണ്ടായിരുന്നു, സെൽഫ് റൈഷ്യസ്നെസ് ഉണ്ടായിരുന്നു, എന്തു പറഞ്ഞാലും ജസ്റ്റിഫൈ ചെയ്തൊരു സ്വഭാവം ഉണ്ട്. പക്ഷേ ക്രൂരനായ ഒരു അധികാരിയുടെ ക്രൂരനായ നിയമങ്ങൾ ഒരു രാജ്യത്ത് ഇസ്രായേലിന്റെ ബാബേലിലേക്ക് അയച്ചത് അതിനു വേണ്ടിയാണ്. കുറച്ച് മേദ്യപേർഷ്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് അതിനു വേണ്ടിയാണ്. ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാൻ മടിയായിട്ട് ലംഘനങ്ങൾ ചെയ്ത് 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 ദൈവം സഹിക്കേട്ടപ്പോഴാണ് പ്രവാചകന്മാരോട് പറഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾ തിരിഞ്ഞു വന്നില്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പോകും. ഇവര് തിരിഞ്ഞു വരാൻ മനസ്സ് കിട്ടില്ല. നല്ല കഠിനമായുള്ള നിയമങ്ങളുള്ള കൂട്ടരാണ് മേദ്യപേർഷ്യൻ. ഒരു പ്രാവശ്യം രാജമുദ്ര കൊണ്ട് മുദ്രയിട്ട രാജാവിനെ മറ്റാർക്കും പോലും അത് മാറ്റാൻ നിയമമില്ല. അത്ര കഠിനമായുള്ള നിയമത്തിന്റെ മുമ്പിൽ ചെന്നപ്പോൾ എല്ലാവരുടെയും മുട്ടുമടങ്ങി. നെബൂഖദ്നേസർ ഉണ്ടാക്കി വെച്ച നിയമത്തിന്റെ മുന്നിൽ തമ്പുരു കുഴല് വീണതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞ് എല്ലാവരും നമസ്കരിച്ച് വീണു. ഇല്ലെങ്കിൽ എന്താ? കഴുത്തു പോവും. 4 പേര് മാത്രം, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, ഇവര് മാത്രം നമസ്കരിച്ചില്ല. അവർക്ക് കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ അവർക്ക് പിൽക്കാലത്ത് മാനമുണ്ടായി. താങ്കൾ നമസ്കരിക്കുന്നത് ഒരു മനുഷ്യ ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തെയാണ് എന്ന് അറിഞ്ഞിട്ടും ആ നിയമത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം 45,000 പേരാ തിരിച്ചു വന്നത്. എല്ലാവരും ബോ ഡൗൺ ചെയ്തു, എല്ലാവരും നമസ്കരിച്ചു. പക്ഷേ ദൈവം ഒരു പാടൊക്കെ പഠിപ്പിച്ച് തിരികെ കൊണ്ടുവന്നു. തിരികെ വന്നതും ഉടനടി പോയി പുരോഹിതന്മാരടക്കം, നമ്മൾ എസ്രയുടെ പുസ്തകം വായിച്ചാൽ, നെഹ്മ്യാന്റെ പുസ്തകം വായിച്ചാൽ പുരോഹിതന്മാരടക്കം അന്യജാതികളിൽ ഇത് പോയി വിവാഹം കഴിച്ചു. മഹാപുരോഹിതനായ ഏലിശാബ് സൻബല്ലത്തുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ബന്ധുകാരനാ മഹാപുരോഹിതനായ ഏലിശാബ്. ഇത്രയും 70 സംവത്സരം ബാബേലിൽ കടന്ന് പഠിച്ചിട്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വഭാവമായി. മനുഷ്യന്റെ സ്വഭാവമാണ് ഈ ഇസ്രായേൽ ജനതയിൽ കൂടെ കാണിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയാലും അവസരം കിട്ടിയാലും ഒരു പാപം ചെയ്യും. നമ്മുടെ വിശ്വാസികളുടെ ട്രൂ കോപ്പിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിച്ചല്ലാതെ നമുക്കൊരു നന്മ ചെയ്യുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ ദൈവം നമ്മെ പല ട്രയൽസിൽ കൂടെ കടത്തിവിടും. ഒരു പക്ഷെ നമ്മുടെ ഭവന തലത്തിൽ തന്നെ, നാം ജോലി ചെയ്ത സ്ഥലത്ത്, അത് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ സോളിനെ ദൈവവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുത്തി കൊണ്ടുവന്ന് ക്രിസ്തുവിൽ മറയുവാൻ തക്കവണ്ണം ചില കഷ്ടപ്പാടുകൾക്ക് വിടുമ്പോൾ മറ്റാരെയും കുറ്റം പറയേണ്ട. കർത്താവേ, ഈ കഷ്ടത എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ ഞാൻ തുപ്പിക്കളയേണ്ടത്, എന്നെ ഉപേക്ഷിക്കുന്നതിന് ഞാനും ഉപേക്ഷിച്ചോളാം. പ്ലീസ് ലോർഡ്, നീ ക്രൂശിൽ പെടഞ്ഞ് നീ യാഗമായി തീർന്നതൊന്ന് ഓർത്ത്, ലോർഡ് പ്ലീസ്, നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ, നീ വിശ്വസ്തനായിരിക്കുന്നുവല്ലോ, നിന്നിൽ മറഞ്ഞു വാ. അല്ലെങ്കിൽ ഡിവൈൻ ജസ്റ്റിസ് ശിക്ഷയാണ്. ബാബേലിന്റെ ദേശത്ത് നെബൂഖദ്നേസറിനുണ്ടായി വെച്ച ബിംബത്തിൽ നമസ്കരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നുള്ള ഓർഡറാണ്. അതിന് മാറ്റമില്ല, അതിന് മാറ്റമില്ല. ശദ്രക്, മേശക് ഇട്ടില്ല, എന്ത് ചെയ്തു? അവരെ പിടിച്ച് തേരുന്ന തീച്ചുളയിലിട്ടു. മറ്റവരെല്ലാവരും നമസ്കരിച്ചു, അവർക്ക് ആർക്കും എഴുതി ചൂഴ്ചകളി ഉണ്ടായില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും നെബൂഖദ്നേസറേ, നിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കയില്ല. അത്ര കഠിനമായ ശോധനയ്ക്ക് പോയി തീച്ചൂള കേടിരിട്ട് ചൂട് കൂട്ടി പിടിച്ചു കൊണ്ടുപോയി കൈയും കാലും കൂടെ അവർ വസ്ത്രങ്ങളോടുകൂടെ കെട്ടിയത്. ഇതുപോലെ വിശ്വാസിയെ ചിലപ്പോ അനുവദിക്കും. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണമതി യാക്കോബിനെ ഏൽക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ കാര്യമില്ല. നീ ദൈവവചനം അനുസരിക്കാൻ നിൽക്കുന്നുവോ? ഭക്തിയോടെ അനുസരിക്കുന്നവർക്ക് കഷ്ടത കൂടുതലാണ്. അവിടെ പക്ഷെ 4-ാമൻ ഇറങ്ങി വന്നു.
ദാനിയേലിനും സിംഹക്കുഴിയിൽ പോകേണ്ടി വന്നു. അവിടെ ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ വായ അടച്ചു. സ്തോത്രം. അപ്പോൾ കൽപ്പന അനുസരിക്കാൻ നീ തയ്യാറായാൽ എങ്ങനെ പറ്റുന്നത്? നിന്നെ കൊണ്ട് സ്വയം സാധ്യമല്ല. അത് കർത്താവ് ഉയർത്തെന്ന് വെച്ചവനെ കർത്താവ് ഒരു ഓഫർ തരുന്നത്. നിന്നിൽ ജഡമുള്ളിടത്തോളം, ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഒരു ഒരു ഫ്ലഷ് നിന്നിൽ ഉള്ളിടത്തോളം നിനക്കത് സാധ്യമല്ല. പക്ഷെ നീ എന്നെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച്, നിന്റെ സ്വയത്തേക്ക് ഉപേക്ഷിച്ച് എന്നെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ, നിന്റെ ബലഹീനതകൾ നിന്റെ എല്ലാം അറിയുന്നവനായ ഞാൻ എൻ്റെ ദീർഘക്ഷമയ്ക്കും എൻ്റെ സ്നേഹത്തിനും എൻ്റെ മഹാദയ്ക്കും എൻ്റെ പ്രായശ്ചിത്തിനും ഒത്തവണ്ണം ഞാൻ നിന്നെ പണിതെടുത്തോളാം. ഇറ്റ്സ് വെൽ പ്രോമിസ്ഡ്. വാറണ്ടിയാണ്, ഗ്യാരണ്ടിയാണ്. അവൻ മാറുകയില്ല. അപ്പോൾ രക്ഷയേറ്റ് പറഞ്ഞുകൊണ്ടായില്ല, സ്നാനപ്പെട്ടതുകൊണ്ടായില്ല. കർത്താവിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഒബീഡിയൻസിൽ നേരുന്ന ഈ ഡിവൈൻ ലോ നമ്മുടെ മേളിൽ വിധിക്കുന്ന ശിക്ഷ മറയപ്പെടും. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായി ഡിവൈൻ ജസ്റ്റിസ് നമ്മളെ കണക്കിടും. കർത്താവിന്റെ കാഹളനാദം കേൾക്കുകയോ ഈ ശരീരത്തിൽ നിന്ന് അതിന് മുമ്പായിട്ട് വേർപ്പെടുകയോ ചെയ്താൽ നേരെ നാം വിശുദ്ധന്മാരുടെ പാളയത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ദുഷ്ടന്മാർ ശിക്ഷ അനുഭവിക്കുന്നതായ പാതാളത്തിലേക്ക്, ഷിയോളിലേക്ക് പോകും. ഇതാ ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇതിനപ്പുറമായിട്ടൊരു പാഠമില്ല. പേടിപ്പിക്കുവാനല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഡിവൈൻ ലോയെ ഇളവ് ചെയ്യുവാനോ മാറ്റുവാനോ റദ്ദ് ചെയ്യുവാനോ സാധ്യമല്ല. 89-ാം സംഗീതത്തിന്റെ 34-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ നിയമത്തെ മാറ്റുകയില്ല. അതിനാണ് അവൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് അവൻ തന്നെ നമ്മുടെ പാപശിക്ഷ ഏറ്റെടുത്തത്. ഇത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിതാവാദേയും പുത്രനാദേയുമുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കവനന്റാണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായി വിജയത്തിൽ നടത്തിയെടുത്ത് അവൻ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം ഡിക്ലെയർ ചെയ്യാണ്, വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ മീ ടു ഡു ഫോർ ദ സിന്നേഴ്സ്, വി ഹാവ് ഡൺ ഇറ്റ്. പാപികളായ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ എൻ്റെ പുത്രനും കൂടി ചെയ്തിരിക്കുന്നുണ്ട്. അവന് മരിച്ചോടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. സ്തോത്രം. വിശ്വസിക്കുന്ന ഏവനും അവൻ തന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ഒരു ചെലവുമില്ല, ഒരുവില്ല. അതാണ് വാതിൽ എന്ന് പറയുന്നത്. അവിടെ മരുഭൂമിയിലാണ്, ഒരു സ്റ്റെപ്പ് ഇല്ല, ഒരു സ്റ്റെപ്പ് കയറണ്ട, കാല് പൊക്കി വയ്ക്കുകയും വേണ്ട. ആ ഡോർ ഓപ്പൺ ആണ്. തന്റെ പ്രായശ്ചിത്തത്തിൽ കൂടെ ആ തിരശ്ശീല കയറി. സ്തോത്രം. ഇതിനെ അനുസ്മരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഒരു ദൈവത്തിന്റെ ദാസൻ റോൺ വേയാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്ലാസിന്റെ ലിങ്കിന് കൂടത്തിൽ അതുകൂടെ ഉണ്ട്. അതായത് നമ്മൾ മത്തായി സുവിശേഷം 27-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് എൻ്റെ ആത്മാവിനെ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ വിടുമ്പോൾ ആലയത്തിലെ തിരശ്ശീല മോൾ തുടങ്ങി താഴെ വരെ കയറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്രൂശ് വെച്ച കൽക്കത്താലിലാണല്ലോ ഈ ക്രൂശ് വെച്ചത്. അവിടുത്തെ ഒരു സ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണ് വെച്ചത്. അവിടെ പാറ പിളർന്നപ്പോൾ ഈ പാറയുടെ പിളർപ്പ് നേരെ പിളരുകയും, യെരമ്യാവിന്റെ കാലത്ത് യെരമ്യാവ് ബാബേൽ പ്രവാസത്തിന് ഇസ്രായേൽ ജനം പോകുന്നു, യഹൂദഗോത്രം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവര് കൂട്ടാക്കിയില്ല. യെരമ്യാവിന് നല്ലവണ്ണം അറിയാമായിരുന്നു ബാബേൽ രാജാവ് വരും, ആലയം തകർക്കും, തീ വെച്ച് ചുട്ടുകളയും എന്നൊക്കെ അറിയാമെന്നുകൊണ്ട് യെരമ്യാവ് ഈ നിയമപ്പെട്ടതും ഈ കൃപാസനവും ആലയത്തിലെ ഉപകരണങ്ങളും ശ്രേഷ്ഠമായ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇസ്രായേലില് പലയിടങ്ങളിലും കേവ്സ് ഉണ്ട്. കേവിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചെന്ന് പറയുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന മന്ന തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഇസ്രായേൽ ഒരു പഴഞ്ചൊല്ല. യെരമ്യാവ് അതുകൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇതിനെക്കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് അനേക പ്രാവശ്യങ്ങൾ, നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി നോക്കണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. ആർക്ക് ഓഫ് കവനന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ റിപ്പോർട്ട്സ് എന്ന് എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അനേകം കിട്ടും. നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ യെരമ്യാവ് കൊണ്ടുവച്ച് ഒളിച്ചു വെച്ച ഈ സ്ഥലത്തിന് നേരെ മുകളിലായിരുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശ് സ്ഥാപിച്ചത്.
ആ പാറകൾ പിളർന്നപ്പോൾ അവൻ്റെ ഒറിജിനൽ ബ്ലഡ് ഈ പാറപ്പിളർപ്പുകളിൽ കൂടെ താഴോട്ട് ഇറങ്ങി ഈ കൃപാസനത്തിന്മേൽ വീണു എന്നാണ് ഈ റോൺ വ്യാത്ത് തെളിയിക്കുന്നത്. അനേക വർഷങ്ങളെടുത്തു. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്, അനസ്തേഷ്യയുടെ ഒരു നേഴ്സായിരുന്നു. സ്തോത്രം. അദ്ദേഹം ഈ ആർക്കിയോളജിക്കൽ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന് അദ്ദേഹം നമ്മുടെ ഈജിപ്തിൽ നിന്ന് മിസ്രൈം ദേശത്ത് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ ഫറവോൻ്റെ രഥങ്ങൾ വെള്ളത്തിനടിയിൽ കിടക്കുന്നത് കവി കണ്ടുപിടിച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അനേക കമൻസ് അതിനെ കൂടെ ഉണ്ട്, അനേക വിഷയങ്ങളിൽ അതിൽ കൂടെ കടന്നു പോയിട്ട് ഇതൊക്കെ ഞാൻ ആ ചെറിയ മൂവിക്കകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ക്ലാസ് അവിടെ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ അത് പ്രദർശിപ്പിക്കുന്നില്ല. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വളരെ ലളിതമായിട്ട് ഒരു കാര്യം എടുത്തോളൂ. ഇത്രയേ ഉള്ളൂ ബേസിക് പറയാനുള്ളത്. ഡിവൈൻ ലോ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒറ്റ കാര്യമാണ് പറയുന്നുള്ളൂ. നീ മനുഷ്യനാണോ, ആദാമിൻ്റെ സന്തതിയാണോ, ഡിവൈൻ ലോ നിന്റെ മേൽ നിത്യമായ മരണമാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ നിനക്ക് ഒഴികഴിവ് ഒന്നേ ഉള്ളൂ. ഈ നിയമപ്പെട്ടകത്തെ പൂർണ്ണമായി മറയ്ക്കുന്ന ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൃപാസനം, അതായത് ക്രിസ്തുവിൽ നീ മറയുക. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടായില്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വിശ്വസിച്ചത് കൊണ്ടായില്ല. നിന്റെ സോളിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് ഉയർത്തെഴുന്നേറ്റവനെ കർത്താവിനെ സ്വീകരിച്ച് അവൻ്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ വെച്ച് അവൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോല്, അതായത് ഭരണവ്യവസ്ഥ നിന്നിൽ കൂടെ സ്വർഗത്തിൻ്റെ ഭൂമിയിൽ നടത്തിയെടുക്കുവാൻ നീ അനുവദിച്ചാൽ നീ നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ കാണും. അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദൈവമായ കർത്താവ് നമ്മൾ സഹായിക്കുമാറാട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായ കരുതലിനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനവും, ഇനി യൂട്യൂബിൽ കേൾക്കുന്ന ജനവും കർത്താവ് നിന്നോട് കൂടിയായി തിരുവനന്തപുരമാണ്. നീ നടത്തിയെടുത്ത പ്രായശ്ചിത്വത്തിൻ്റെ മഹത്വം അവർ വെളിപ്പെടുത്തി കർത്താവ് രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.